ഇത് ഞങ്ങളുടെ പാഠഭാഗത്തെ ആസ്പദമാക്കി നടത്തുന്ന ഒരു ചെറിയ നാടകമാണ്. കുട്ടിയുടെ വീടിന് ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നാൾ തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. അച്ഛൻ അവളോടല്ല സംസാരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. തുടർന്നു കാണാം. ഹായ്, നന്നായി മുളച്ചു വന്നല്ലോ. ഇനി നിനക്ക് പന്തലിട്ട് തരണം. കൈപ്പക്കയൊക്കെ ആരോടെ വർത്തമാനം പറയുന്നത്? ഈ കൈപ്പക്ക വള്ളിയോട്. അതിന് അച്ഛൻ പറയുന്നത് കൈപ്പക്ക വള്ളിക്ക് മനസ്സിലാവുമോ? എന്താ സംശയം? ഞാൻ പറയുന്നത് അവൾക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാകും. 4 ദിവസം മുമ്പ് അവൾ കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ദേ എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം എന്നൊക്കെ. മോള് നോക്ക്, ഈ കൈപ്പക്കവള്ളി സ്പ്രിങ് പോലെ അതിൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് മുകളിലോട്ട് കയറുന്നത്. ഞാൻ അവളോട് പറഞ്ഞിരുന്നു, മിടുക്കി, കമ്പ് മതിയാവുന്നില്ല അല്ലേ, ഇനിയും മുകളിലോട്ട് കയറാൻ ഞാൻ പന്തലിട്ട് തരാം എന്നൊക്കെ. നുണ. സസ്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ മലയാളം അറിയില്ല. ആരാ പറഞ്ഞത് സസ്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല? നീ ഒന്ന് മുകളിലോട്ട് നോക്ക്. ആ പ്ലാവ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടോ? അല്പം തലചരിച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ? എനിക്കറിയില്ല. എന്നാൽ കേട്ടോ, തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണ്. എന്നാൽ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട്ട് നോക്കി എന്താ പറയുന്നേ? കേൾക്കുന്നുണ്ട്. ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ, വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ. എന്നാൽ ചേച്ചിയുടെ ഓലക്കൈകളിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടുതരണേ എന്നാണ്. ഇനി അതിന് തെങ്ങ് പറയുന്ന മറുപടി മോൾക്ക് പറയാൻ പറ്റുമോ? അനിയത്തി, സൂര്യവെളിച്ചം ഞാൻ എടുത്തിട്ട് മിച്ചം വരുന്ന വെളിച്ചം താഴേക്ക് ഇട്ടു തരാം. മിടുക്കി. സസ്യങ്ങളുടെ ഭാഷ മോൾക്കും വശമായി. ചേച്ചി, മരങ്ങളുടെ ഭാഷ അറിയോ? അറിയില്ല. അതിന് മരങ്ങൾക്ക് ഭാഷയുണ്ടോ? ഉണ്ട്, എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നതാ. ഇതേ അമ്മ വരുന്നു, അമ്മയോട് ചോദിച്ചു നോക്കാം. ചേച്ചിയും മോളും എന്താ ചെയ്യുന്നേ? അമ്മയും ഒന്ന് കേൾക്കട്ടെ. അമ്മേ, മരങ്ങൾക്കുമില്ലേ ഭാഷ? ശരിയാണ്, നമ്മുടെ ഭാഷ പോലെ സസ്യങ്ങൾക്കും ഒരു ഭാഷയുണ്ട്. മോൾക്ക് എങ്ങനെ അത് മനസ്സിലായി? അച്ഛൻ പറഞ്ഞു തന്നതാ. എന്നാൽ എനിക്കും പഠിക്കണം ഭാഷ. മിടുക്കി. എന്നാൽ ഞാൻ തൊടിയിലേക്ക് പോട്ടെ. ഞങ്ങളും വരുന്നു. കേട്ടോ രാഘവ, എൻ്റെ മോൾ സസ്യങ്ങളുടെ ഭാഷയൊക്കെ പഠിച്ചു. മോൾ അവിടെ നിന്നിട്ട്? അവൾ വരുന്നുണ്ട് മോളെ. മിടുക്കി. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. സസ്യങ്ങളുടെ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവയെ സ്നേഹിക്കുകയും അവയോട് നല്ല അടുപ്പവും ഉണ്ടായിരിക്കണം. ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ ഭാഷയുണ്ട്. അത് ഞങ്ങൾ ഈ നാടകത്തിലൂടെ എല്ലാവർക്കും പകർന്നു തരുന്നു.